ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളുടെ കേരളത്തിന്റെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജും ഒപ്പം തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഓരോ മെഡിക്കൽ കോളേജിലും പെർ ഇയർ നമ്മൾ എത്ര ഫീസ് നമ്മൾ അടയ്ക്കണം എന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാനും ഈ ഒരു എന്താ പറയാ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പണ്ട് നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഓരോ ഫീസ് നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് അലോട്ട്മെന്റ് ഒക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ഫീ കുറവുള്ള കോളേജൊക്കെ ആൾക്കാർ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു ഫീസ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് 2025 അല്ല, 2024 നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 2025 ഫീസ് പുറത്ത് വിടുക എപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്ക് അലോട്ട്മെന്റ് ഒക്കെ കിട്ടി നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിന്റെ സമയത്ത് മാത്രമാണ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി FRC അത് പുറത്ത് വിടുള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് മാത്രമേ ആ വർഷത്തെ ഫീസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാൻ പറ്റുക നമുക്ക് 2024 ഫീ ആണ്. 2024 ഫീയിൽ നിന്നും ഒരു 50,000 രൂപയുടെ കൂടുതലാണ് എപ്പോഴും എല്ലാ വർഷവും വരാറ്. എല്ലാം 50,000 കൂടണം എന്നില്ല. എനിക്ക് തോന്നുന്നു 2023 2024 തമ്മിൽ 50,000 വ്യത്യാസമില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ചേർന്ന് 2020 അപ്പം ആ സമയത്ത് എനിക്ക് 6.5 ലക്ഷമായിരുന്നു ഫീസ്. ഇന്ന് 2019 ബാച്ചിൽ 6 ലക്ഷവും 2021 ബാച്ചിൽ 7 ലക്ഷം രൂപയാണ്. അപ്പൊ എല്ലാ വർഷവും 50ന്റെ ഒരു ഇത് വരും. അപ്പൊ ഞാൻ ഇപ്പൊ അറിയാൻ പോകുന്ന ഫീസിൽ നിന്നും നിങ്ങൾ മാക്സിമം ഒരു 50,000 എങ്കിലും നിങ്ങൾ കൂടുതലായിട്ടൊന്ന് എക്സ്പെക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ ഫീസൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ ട്യൂഷൻ ഫീ ആണ്. ഓരോ കോളേജിന്റെ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 23,150 ആണ്. ഇനി കോഷൻ ഡെപ്പോസിറ്റ് 2,320 പിന്നെ മിസ്ലിനിയസ് ആയിട്ട് വാങ്ങിക്കുന്നത് 1,740 ആണ്. പിന്നെ വാൻ ഫീ ആയിട്ട് 1,740 വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലി 28,950 ആണ്. അതായത് ഏറെക്കുറെ 29,000 അടുത്തായിരിക്കും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഫീ ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന്റെ ഫീസാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാറ്റഗറി ഉണ്ട്. ജനറൽ കാറ്റഗറി ഉണ്ട്, NRI കാറ്റഗറി ഉണ്ട്. രണ്ട് കാറ്റഗറിക്കും ഡിഫറെന്റ് ഫീസ് ആണ്. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ SC ST OEC ഇവർക്ക് ഫീസിന്റെ ആവശ്യമില്ല. അപ്പം കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് എന്താ പറയുക അഡ്മിഷൻ മിസ്സായിട്ടുണ്ട്, ഫീസ് അടയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അലോട്ട്മെന്റ് പങ്കെടുത്തില്ല. ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു റിസർവേഷൻ കാറ്റഗറി ആണെന്ന് ഫീസ് വേണ്ട എന്നുള്ളതും. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കുക, നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അതായത് SC ST OEC വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു മെറിറ്റിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് പഠിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നത് അല്ലാത്ത ഈ കാറ്റഗറി അല്ലാത്ത ആളുകൾക്കുള്ള ഫീസും ഒപ്പം തന്നെ NRI സ്റ്റുഡൻസിന്റെ ഫീസും കൂടി കേട്ടോ. NRI ഫീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ഫിക്സ്ഡ് ആണ്. നമ്മൾ ട്യൂഷൻ ഫീ ജനറൽ ഫീ മാത്രമാണ് പല കോളേജിലും ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് അമലയിലെ ഫീസാണ്. അമലയിൽ എന്ന് പറയുമ്പോൾ 8,16,038 രൂപയാണ് 2024 ട്യൂഷൻ ഫീ ആയിട്ട് വന്നത്. ആക്ച്വലി ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം അടയ്ക്കുന്നതാട്ടോ. അത് നമ്മൾ 5 വർഷം ഫീസ് അടയ്ക്കണം. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും 4 വർഷം അടച്ചാൽ പോരെ, ഒരു വർഷം ഇന്റേൺഷിപ്പ് അല്ലേന്ന്. പക്ഷെ അല്ല, നമ്മൾ ട്യൂഷൻ ഫീ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും നമ്മൾ 5 വർഷം അടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന തുക × 5 ആയിരിക്കും നമ്മളുടെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പം പിന്നെ ഇത് കൂടാതെ നമുക്ക് സ്പെഷ്യൽ ഫീ, ഹോസ്റ്റൽ ഫീ, മെസ് ഫീ എന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ കുറേ ഫീകൾ വേറെ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ട്യൂഷൻ ഫീ മാത്രമാണ്. അപ്പം ഏറെക്കുറെ നമുക്ക് എന്താ പറയുക, ട്യൂഷൻ ഫീ 8 ലക്ഷത്തി സംതിങ് ആണെങ്കിൽ സ്പെഷ്യൽ ഫീ ചില കോളേജ് 75,000 ആയിരിക്കും, ചില കോളേജ് 1 ലക്ഷം രൂപയായിരിക്കും. അങ്ങനെ എല്ലാം കൂടി പ്ലസ് ഹോസ്റ്റൽ മെസ് എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഒരു 10 ലക്ഷം രൂപേന്റെ അടുക്ക വരും. ഇപ്പൊ ഞാൻ 6.5 ലക്ഷത്തിന് ചേർന്ന ഒരാളാണെങ്കിലും ഞാൻ എല്ലാ വർഷവും ഏറെക്കുറെ 8 ലക്ഷത്തിനടുത്ത് അടയ്ക്കുന്നുണ്ട്. കാരണം ഹോസ്റ്റല്, മെസ്സ്, സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഓരോ ഫീസ് വരും. അപ്പൊ ഞാൻ ഇതല്ലാതെ വേറെ എന്തൊക്കെ ഫീസ് വരും എന്നത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇപ്പൊ ഞാൻ പറയുന്ന ട്യൂഷൻ ഫീ മാത്രം കേട്ടോ. അപ്പൊ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് അമലയില് 8,16,038 രൂപയാണ്. അവിടുത്തെ NRI ഫീസ് വരുന്നത് 21,65,720 ആണ്. രണ്ടാമത് പറയുന്നത് ജൂബിലി മിഷൻ ആണ്. ജൂബിലി മിഷനിലും സെയിം ഫീസ് ആണ്, 8,16,038. NRI കോട്ടയിലെ ഫീ 21,65,720. അടുത്തത് മൂന്നാമത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് ആണ്, കോളഞ്ചേരി. അവിടെയും സെയിം ട്യൂഷൻ ഫീ ആണ്, 8,16,038. NRI ഫീസ് ആയിട്ട് വരുന്നത് 21,65,720. അടുത്തത് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്, തിരുവല്ല.
അവിടെയും സെയിം ട്യൂഷൻ ഫീ ആണ് 8,16,038. NRI ഫീസ് 21,65,720. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോടുമാണ്. ഈ രണ്ട് കോളേജിലും നേരത്തെ അതേപോലെ തന്നെ സെയിം ഫീസ് തന്നെയാണ്. 8,16,038. രണ്ട് കോളേജിലും ട്യൂഷൻ ഫീസ് സെയിം ആട്ടോ. അതുപോലെ തന്നെ NRI ഫീസ് സെയിം ആണ്, 21,65,720. അടുത്തതായിട്ട് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് വട്ടപ്പാറ ട്രിവാൻഡ്രം, അതായത് SUT. അവിടെ ട്യൂഷൻ ഫീസ് ബാക്കിയുള്ള കോളേജിൽ വെച്ച് കുറച്ച് കുറവാണ്. 7,76,504 രൂപയാണ് അവിടുത്തെ പ്രതിവർഷ ഫീസ് ആയിട്ട് വരുന്നത്. NRI ഫീസ് എല്ലാ കോളേജിലും പോലെ തന്നെ സെയിം ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയണ്ട എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തിലും 21,65,720 രൂപ കേട്ടോ. എല്ലാ കോളേജിലും NRI ഫീസ് കോൺസ്റ്റന്റ് ആണ്. അടുത്തത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്, എറണാകുളം. അവിടെ 8,49,961 രൂപയാണ് പ്രതിവർഷ ഫീസായിട്ട് വരുന്നത്. അടുത്തത് ശ്രീ ഗോകുലം ആണ്, വെഞ്ഞാറമൂട് ട്രിവാൻഡ്രം. അവിടെ 7,71,595 രൂപയാണ് പ്രതിവർഷ ഫീസായിട്ട് വരുന്നത്. അടുത്തത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, അടൂർ, പത്തനംതിട്ട. ഇവിടുത്തെ ഫീസ് വരുന്നത് 8,09,939 രൂപയാണ്. അടുത്തത് KMCT കോഴിക്കോട്. ഇവിടെ 8,07,324 രൂപയാണ്. അടുത്തത് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആണ്, കൊല്ലം. ഇവിടെ 8,16,038 രൂപയാണ്. അടുത്തത് ഡോക്ടർ മുപ്പൻ മെഡിക്കൽ കോളേജ് വയനാടാണ്, DMVMS വയനാട്. അവിടെ 8,86,779 രൂപയാണ്. അതായത് കൂട്ടത്തിൽ കുറച്ചും കൂടി ഫീസ് കൂടുതലുള്ള കോളേജ് എന്ന് പറയുന്നത് DMVMS ആണ് വയനാടുള്ളത്. ബാക്കിയുള്ള കോളേജിനെ അപേക്ഷിച്ച് ഒരു എന്താ പറയാ ഏറെക്കുറെ ഒരു 70,000 കൂടുതൽ എന്താ പറയുക ഫീസ് ഇവിടെ മേടിക്കുന്നുണ്ട്. അടുത്തത് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ആണ്, മിയന്നൂർ, കൊല്ലം. ഇവിടെയും 8,16,038 രൂപയാണ്. അടുത്തത് ഡോക്ടർ സോമവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് ആണ്. ഇവിടെയും 8,16,038 രൂപയാണ്. അടുത്തത് കരുണ മെഡിക്കൽ കോളേജ് ആണ്, പാലക്കാട്. അവിടെ ഫീസ് കുറച്ച് കുറവാണ്, 7,87,780 രൂപയാണ്. അടുത്തത് അലസർ മെഡിക്കൽ കോളേജ് ആണ്, തൊടുപുഴ. അവിടെ 8,16,038 രൂപയാണ്. കുറെയൊക്കെ മെഡിക്കൽ കോളേജിൽ വരുന്നത് 8,16,038 രൂപയാട്ടോ. അതിൽ ചില കോളേജിൽ കുറച്ചും കൂടി നല്ല ഫീസ് വരുന്നുണ്ട്, ചില കോളേജിൽ കുറച്ച് ഒരു 7,00,000 സംതിങ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ എന്താ പറയാ മെഡിക്കൽ കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് ട്യൂഷൻ ഫീ മാത്രമാണ്. ഇത് കൂടാതെ സ്പെഷ്യൽ ഫീ വരും. ഇപ്പൊ എന്റെ കോളേജിലാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 75,000 രൂപയും പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ 30,000 രൂപയും വെച്ചിട്ടാണ് സ്പെഷ്യൽ ഫീ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ സ്പെഷ്യൽ ഫീ മേടിക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഫീന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ബാക്കി ഫീസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇത് ഞാൻ പറയുന്നത് ജസ്റ്റ് ട്യൂഷൻ ഫീ മാത്രം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഇതൊക്കെ അഫോർഡബിൾ ആവുമോ നോക്കണം നിങ്ങൾക്ക്. പക്ഷെ ലോൺ കിട്ടുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടോ? അപ്പൊ ലോണൊക്കെ കിട്ടും, അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോൺ എങ്ങനെ എടുക്കാന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ എന്താ പറയുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റ ഐഡിയും കൊടുക്കാം, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.